അർദ്ധരാത്രിയോടെയാണ് ജഗതിയിൽ വീട് ഇടിഞ്ഞു വീണത്. കനത്ത മഴ അനുഭവപ്പെടുകയായിരുന്നു. ഈ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നത് ഗിരിജ എന്ന ആളാണ്. ചേച്ചി മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ച ഒരു 12 മണിയായപ്പോ അപ്പുറത്ത് അടുക്കളയുടെ തൊട്ടടുത്ത മുറിയിൽ ഒരു സൗണ്ട് കേട്ട് ഞാൻ ചാടി വീണ് എണീറ്റ് ചെന്ന് നോക്കിയപ്പോ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓട് വീണുകൊണ്ടിരിക്കുന്നു. ഞാൻ എളുപ്പം ഒന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അപ്പൊ 12:05 മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിങ്ങനെ നിന്നത് ഇത് മൊത്തം താഴെ വീണു. ഫാൻ ഉൾപ്പെടെ താഴെ അങ്ങ് വീണു. കിടന്നിരുന്നെങ്കിൽ മരണം ഓക്കെ, എങ്കിൽ മോർച്ചറിയിൽ ഇന്ന് റെഡിയാവും. ഈ ശബ്ദം കേട്ട് എണീറ്റ് മാറുകയായിരുന്നു. ശബ്ദം കേട്ടോണ്ട് എന്തെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാ. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഈ ഉത്തരവും പട്ടികയെല്ലാം എല്ലാം കൂടെ ഒത്തു വീണു. ഒരു ഭയങ്കര സൗണ്ടായിരുന്നു. അയൽവക്കാരൊക്കെ എണീറ്റ് ലൈറ്റിട്ട് വന്ന എല്ലാരും ഇവിടെ വന്ന് നിന്നായിരുന്നു എന്തെന്നറിയാൻ. ഈ കിടപ്പുമുറിയും അതിന് തൊട്ടടുത്തുള്ള മുറിയും പോയല്ലേ? കിടപ്പുമുറിയും തൊട്ടടുത്ത മുറി ഈ മുറിയും പോയി. 3 മുറിയും പോയി. അടുക്കള വാർത്തിട്ടതായോണ്ട് ഒന്നും പറ്റിയില്ല. അടുക്കളയും ബാത്റൂമും വാർത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നുമില്ല. ബാക്കി എല്ലാ മുറിയും റെഡി. ഞാൻ അൺമാരീഡാ. ഞാൻ തൈക്കാട് ES ഓഫീസിന്റെ എതിർവശത്ത് ഒരു കുഞ്ഞു തട്ടുകട നടത്തുന്നു. അത് തന്നെ ഉപജീവന മാർഗം. MLA വന്നു, കൗൺസിലർ വന്നു, പിന്നെ അസിസ്റ്റന്റ് തഹസിൽദാർ വന്നു, വില്ലേജ് ഓഫീസർ വന്നു, കോർപ്പറേഷനിൽ HR വന്നു, കോർപ്പറേഷനിൽ വേറെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഇനി മേയർ മീറ്റിംഗ് നടക്കണം, അത് കഴിഞ്ഞ് മേയർ വരും. അവരെല്ലാരും പറഞ്ഞു നഷ്ടപരിഹാരം ഉടനെ റെഡിയാക്കാന്ന്. റെഡിയാക്കിയിട്ട് പറയാം. കിടക്കാൻ ഞാൻ ആ ബ്രദറിന്റെ വീട്ടിൽ തൽക്കാലം കിടക്കും. ഇത് നാളെ കൊണ്ട് ഇത് മൊത്തം വെളിയിലാക്കിയിട്ട് ഇത് ടാർപോളിൻ മേടിച്ച് കെട്ടിയിട്ട് പിന്നെ ലൈഫിൽ എന്തെങ്കിലും വീട് കിട്ടാൻ മാർഗമുണ്ടോ? അത് തന്നെ. ഈ വീട് അമ്മയുടെ പേരിനിരിക്കുകയാണ്. അമ്മ മരിച്ചിട്ട് 20 വർഷമായി. അപ്പൊ ഇനി അത് എന്റെ പേരിനാക്കിയ വീട് ലൈഫ് മിഷനിൽ കൊടുത്ത് ശരിയാക്കാന്ന് MLA പറഞ്ഞായിരുന്നു. ജീവന് അപകടമൊന്നും ഒന്നും പറ്റിയില്ല. ശരി, അത് വലിയ ആശ്വാസം. ഏതായിരുന്നാലും ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് മാറിയതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഗിരിജ രക്ഷപ്പെട്ടു. C വിനോദിനൊപ്പം VV വിനോദ്, News 18 തിരുവനന്തപുരം.